അപ്പോൾ ഗൈസ് ഇന്ന് സ്വിഗ്ഗിയെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ആണ്. സ്വിഗ്ഗി എന്താണ്, എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. സ്വിഗ്ഗിയിൽ ബേസിക്കലി രണ്ട് ഷിഫ്റ്റാണ് വരുന്നത്. ഒന്ന് പാർട്ട് ടൈമും ഒന്ന് ഫുൾ ടൈം. ഈ പാർട്ട് ടൈം നമുക്ക് രാവിലെ എടുക്കാം, രാത്രി എടുക്കാം. ഒന്ന് ലഞ്ച് ഒന്ന് ഡിന്നർ അങ്ങനെ എടുക്കാം. ഫുൾ ടൈം ഇതുപോലെ മോർണിംഗും എടുക്കാം, ലേറ്റ് നൈറ്റും എടുക്കാം. പാർട്ട് ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതിയോ. നമ്മളിപ്പോൾ ഡിന്നർ പീക്കാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഡിന്നർ പീക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇൻസെൻറ്റീവ് 275-ന് 90 രൂപയാണ് വരുന്നത്. ഇത് ഓരോ സോണിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് തമ്പാനൂർ സോണിൻ്റെയാണ്. തമ്പാനൂർ സോണിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫുൾ ടൈം വരുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് വരുന്നത് 500 രൂപയ്ക്കാണ്. 500 രൂപയ്ക്ക് 150 വെച്ചാണ് കിട്ടുന്നത്. അങ്ങനെ 1250 വരെ എന്തോ ഉണ്ട്. 1250-ന് 625 എങ്ങാണ്ടാണ് കിട്ടുന്നത്. ഞാൻ മറന്നുപോയി. ഞാൻ ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്നിട്ട് പാർട്ട് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്വിഗ്ഗി ഫുൾ ടൈം ഇറങ്ങുന്നതിനേക്കാളും വേറെ എന്തെങ്കിലും ജോലി ഇവിടെ നോക്കിയിട്ട് പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും ലാഭം. ഇപ്പോൾ സ്വിഗ്ഗിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ശോകമാണ്. ഏണിങ്സ് ഒന്നും കിട്ടുന്നതായിരിക്കത്തില്ല പൊതുവേ. ഇത് ഫുൾ ടൈമിൽ നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് 1250 1250-ൻ്റെത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു 40 ഓർഡറെങ്കിലും അടിക്കേണ്ടി വരും. അത് നമ്മളൊരു 12 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 18 തൊട്ട് 20 ഓർഡർ വരെ കിട്ടത്തുള്ളൂ. അതും വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഞാനൊരിക്കൽ 20 ഓർഡർ എടുത്തിട്ടും എനിക്ക് ഏണിങ്സ് വന്നിട്ടുണ്ടായിരുന്നത് 500 രൂപ എന്തൊക്കെയാണ്. 500 രൂപയ്ക്ക് ഫസ്റ്റ് ഇൻസെൻറ്റീവാണ് എനിക്ക് കംപ്ലീറ്റ് ആയി ഇത്രയും ഓർഡർ എടുത്തിട്ട്. അപ്പോൾ സ്വിഗ്ഗി വളരെ ശോകമാണ് ഇപ്പോൾ. പിന്നെ ഇൻസെൻറ്റീവ് ഉണ്ടല്ലോ, ഇത് സർജുള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം ലാഭമാണ് സ്വിഗ്ഗി. സർജ് ചിലപ്പോൾ 12 to 3 പിന്നെ നൈറ്റ് 7 to 10 ഒക്കെയാണ് കിട്ടുന്നത്. ആ സമയം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ റെയിൻ സർജ് 20 തൊട്ട് 25 രൂപ വരെ ഉണ്ട്. ഈ നോർമൽ നമുക്ക് കിട്ടുന്ന സർജിന് പുറമെയാണ് റെയിൻ സർജും കൂടെ കിട്ടുന്നത്. അപ്പോൾ റെയിൻ സർജും നോർമൽ സർജും ഉള്ളപ്പോഴാണെങ്കിൽ ഒരു 25, 50 പിന്നെ ഈ സാധാരണ നമ്മുടെ ഓർഡർ ഏണിങ്സ് അപ്പോൾ 25 മൊത്തം 75. അപ്പം 1 കിലോമീറ്റർ 5 കിലോമീറ്ററിനകത്തുള്ള ഓർഡേഴ്സിന് 75 രൂപ കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാഭമാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ മാത്രം. അല്ലാണ്ട് ഇപ്പം സ്വിഗ്ഗിയിൽ ലാഭമാണെന്നും പറഞ്ഞ് ആരും ഇറങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ആദ്യം കുറച്ച് കാലം ഓർഡേഴ്സ് തരും, പിന്നെ അതങ്ങ് സ്റ്റോപ്പാക്കും, നമ്മളെ പോസ്റ്റ് അടിപ്പിക്കും. പിന്നെ ബാക്കി പ്ലാറ്റ്ഫോമിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വിഗ്ഗിയുടെ ഒരേ ഒരു ഗുണമെന്ന് പറയുന്നത് ബൾക്ക് ഓർഡർ മാത്രമാണ്. വേറെ ഒന്നിനും കിട്ടാത്തതാണ് ഈ ബൾക്ക് ഓർഡർ. സ്വിഗ്ഗിയിൽ വെയിറ്റിംഗ് ടൈമുണ്ട്, ബൾക്ക് ഓർഡറുണ്ട്. ഇത് രണ്ടും മാത്രമാണ് സ്വിഗ്ഗിയുടെ ആകെ ഗുണം. പിന്നെ ഇതിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പിൽ അറിയാൻ പറ്റും. മെസ്സേജ് സെൻറ്ററിൽ നമുക്ക് വരുന്ന സർജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫ്ലോട്ടിംഗ് ക്യാഷിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അങ്ങോട്ട് അടച്ചു കൊടുക്കണമെങ്കിലും നമ്മൾ അതുവഴിയാണ് ചെയ്യേണ്ടത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വിഗ്ഗിയുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ ശോകമാണ്. എന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു ഓർഡർ ക്യാൻസൽ ആവാനൊക്കെ ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ കുറച്ച് ടാസ്ക്കാണ്. നൈറ്റൊക്കെ ആണെങ്കിൽ നോക്കേണ്ട കസ്റ്റമർ സപ്പോർട്ട്. രാവിലെയൊക്കെയാണ് പിന്നെയും കുറച്ചെങ്കിലും ചാൻസ് ഉള്ളത്. അപ്പോൾ സ്വിഗ്ഗി ലാഭമാണെന്നും പറഞ്ഞ് ആരും ഇറങ്ങാണ്ടിരിക്കണേയാണ് നല്ലത്. ഫുൾ ടൈം നിന്ന് നമ്മൾ ചത്ത് പണി ചെയ്താലും അവർ തരത്തില്ല. ചിലപ്പോൾ ഇൻസെൻറ്റീവ് അടിക്കാൻ ഓരോ ഓർഡറും കൂടി ആയിരിക്കും വേണ്ടത്. നമ്മളൊരു 2-3 മണിക്കൂർ നിന്നാൽ പോലും ആ ഒറ്റ ഓർഡർ തരത്തില്ല. നമുക്ക് ഹോട്ടലിനടുത്ത് നിന്നാലും ദൂരമുള്ളവർക്ക് ഓർഡർ അടിക്കും, അവർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ. തരത്തില്ല, അവർ ഓർഡർ തരത്തില്ല. 1-2 ഓർഡറിൻ്റെയൊക്കെ വ്യത്യാസമാണ് കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തരത്തില്ല. ചിലപ്പോൾ 5 രൂപയൊക്കെ ആയിരിക്കും. എനിക്ക് ഒരു ദിവസം 3 രൂപ, വേറെ 3 രൂപയും കൂടെ അടിച്ചിരുന്നെങ്കിൽ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആയതിനെ, തന്നില്ല ഓർഡർ. അങ്ങനത്തെ കുറച്ച് ടാസ്ക്കൊക്കെ ഉണ്ട്. ഇതാണ് സ്വിഗ്ഗിയുടെ സോൺ വരുന്നത്. ഇതിലെ വലിയ സോൺ തമ്പാനൂർ സോണും അതിനപ്പുറത്ത് കിടക്കുന്ന പേരൂർക്കട ഭാഗമൊക്കെ വരുന്നത് പട്ടം സോണുമാണ്. ഈ തമ്പാനൂർ പട്ടം സോണിന് ഇടയ്ക്കാണ് കൂടുതൽ ഓർഡർ അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി 2 സോണും ആഡ് ചെയ്തിടുന്നതാണ് നല്ലത്. പിന്നെ റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. ഈ സോണിനകത്ത് ഓടുന്നതിലൊന്നും റിട്ടേൺ കിട്ടത്തില്ല. സോണിന് പുറത്ത് പോയാൽ മാത്രമേ റിട്ടേൺ കിട്ടൂ. അപ്പോൾ ഈ 2 സോൺ ആഡ് ചെയ്തിട്ടേക്കുന്നവർക്കായിരിക്കും കൂടുതലും ഇതിനകത്തുള്ള ഓർഡേഴ്സ് അടിക്കുന്നത്. അപ്പോൾ ഒരു സോണുള്ളവർക്ക് ഇപ്പോൾ തമ്പാനൂർ സോണിൽ നിന്ന് പട്ടം സോണിലേക്ക് ഒരു ഓർഡർ അടിക്കുവാണെങ്കിൽ 2 സോണും ആഡ് ചെയ്തിട്ടേക്കുന്നവർക്കായിരിക്കും ആ ഓർഡർ കൂടുതൽ തരുന്നത്. അപ്പോൾ റിട്ടേൺ കൊടുക്കണ്ടല്ലോ കമ്പനിക്ക്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. റിട്ടേൺ കിട്ടത്തില്ല, പക്ഷെ അവിടെ പോയി അടുത്ത ഓർഡർ കിട്ടും. അതാണ് ഏക ഗുണം. പിന്നെ സർജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഓപ്ഷൻസിൽ കാണാൻ കഴിയുന്നതാണ്. അത് പോരഞ്ഞിട്ട് പിറ്റേന്നുള്ള സർജറി അറിയണമെങ്കിൽ മെസ്സേജ് സെൻറ്റർ നോക്കുമ്പോൾ അതിൽ കിടക്കുന്നതായിരിക്കും. അതിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാനായിട്ട് റെഫറൽ ബോണസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആർക്കും കിട്ടിയതായിട്ട് എനിക്കിതുവരെ അറിയത്തില്ല. അപ്പോൾ റെഫർ ചെയ്താൽ നമുക്കിപ്പോൾ തമ്പാനൂർ സോണ്ട് വർക്ക് തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ പട്ടത്ത് ഇതിൻ്റെ സ്വിഗ്ഗിയുടെ ഒരു ഓഫീസുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത്
അവിടെ പോയി അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്കിതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ, ഇത് മൂന്നും മതിയാവും. പിന്നെ ഓൺ ബോർഡിംഗ് ഫീസ് ചിലപ്പോൾ ഓഫറിന് ഒരു 2 രൂപ എന്തോ കൊടുത്ത് തുടങ്ങാൻ പറ്റും. ഞാനാദ്യം 200 രൂപ കൊടുത്ത് തുടങ്ങി. എന്നിട്ട് എനിക്കത് റീഫണ്ട് ആയിരുന്നു. അതിനുശേഷം ഓൺ ബോർഡിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ 4 ആഴ്ചയായിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നിന്ന് തന്നെയാണ് പിടിക്കുന്നത്. പിന്നെ അത് പിടിക്കുന്ന ആദ്യം 200 പിന്നെ 300 അങ്ങനെ എന്തോ ഇട്ടാണ് പിടിക്കുന്നത് 4 തവണയായിട്ട്. ഇത്രയും മതിയാവും. നമ്മൾ കൊടുത്ത് 2 ദിവസത്തിനകത്ത് അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. പിന്നെ ഫോൺ ആഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു 2 ദിവസത്തിനകത്ത് അടുത്ത ഫോൺ ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ എന്തൊക്കെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോ. ഞാനെങ്കിൽ അതിനെപ്പറ്റി അടുത്ത വീഡിയോ ചെയ്യില്ലെങ്കിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാം. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, ഉറപ്പായിട്ടും കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് സെക്ഷനിൽ. അന്നേ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി സ്വിഗ്ഗി, സൊമാറ്റോ, ഷാഡോ ഫാക്സ്, ഇതിൽ മൂന്നിലും ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അടുത്ത സൊമാറ്റോയും ഷാഡോ ഫാക്സിനെ പറ്റിയുള്ള വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ റെഫർ ചെയ്യുന്നതായിരിക്കും.